അർജന്റീന 3 ജോർദാൻ 1 ലോക ചാമ്പ്യന്മാരുടെ വിജയത്തോടെ ഗ്രൂപ്പ് ഘട്ടത്തിന് ഗംഭീര സമാപനം. ലോകകപ്പ് ഗ്രൂപ്പ് ജെയിലെ അവസാന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പ് അരങ്ങേറ്റക്കാരായ ജോർദാനെ 3-1 തോൽപ്പിച്ച് ഗ്രൂപ്പ് ഘട്ടം അപരാജിതമായി അവസാനിപ്പിച്ചു. ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച് നോക്കൌട്ട് ഉറപ്പിച്ചിരുന്ന ലയണൽ സ്കലോണി ഈ മത്സരത്തിൽ ടീമിനെ 9 മാറ്റങ്ങളാണ് വരുത്തിയത്. എന്നിരുന്നാലും അർജന്റീനയുടെ ആധിപത്യം തുടക്കം മുതൽ തന്നെ വ്യക്തമായിരുന്നു. കളിയുടെ 19-ാം മിനിറ്റിൽ തന്നെ ജിയോവാനി ലോ സെൽസോ മനോഹരമായ ഒരു ഫ്രീ കിക്കിലൂടെ അർജന്റീനയെ മുന്നിലെത്തിച്ചു. ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും നൽകാത്ത ആ ഷോട്ട് മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റി. മധ്യനിരയിൽ ലോ സെൽസോയും ലിയാൻഡ്രോ പെർഡസും എക്സിക്യുവൽ പലാസോയും ചേർന്ന് പന്ത് പൂർണ്ണമായും നിയന്ത്രിച്ചതോടെ ജോർദാൻ പ്രതിരോധത്തിലേക്ക് ഒതുങ്ങി. 31-ാം മിനിറ്റിൽ ലൗട്ടാറോ മാർട്ടിനസ് പെനാൽറ്റി കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ചതോടെ അർജന്റീന 2-0 മുന്നിലെത്തി. മുന്നേറ്റ നിരയിൽ ജൂലിയൻ ആൽവാരസ്, നിക്കോ പാസ്, ജൂലിയാനോ സിമിയോണെ എന്നിവർ സൃഷ്ടിച്ച സമ്മർദ്ദമാണ് ആ പെനാൽറ്റിക്ക് വഴിവെച്ചത്. ആദ്യ പകുതിയിലുടനീളം അർജന്റീനയുടെ പാസിംഗ് ഫുട്ബോൾ ജോർദാനെ ശ്വാസം മുട്ടിച്ചു. രണ്ടാം പകുതിയിൽ ജോർദാൻ കൈവിട്ടില്ല. പകരക്കാരനായി ഇറങ്ങിയ അവരുടെ സൂപ്പർ താരം മൂസ അൽ തമാരി 55-ാം മിനിറ്റിൽ അതിവേഗ കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ നേടി സ്കോർ 2-1 ആക്കി. ഈ ലോകകപ്പിൽ അർജന്റീന വഴങ്ങിയ ആദ്യ ഗോളായിരുന്നു അത്. ഒരു നിമിഷം മത്സരം ആവേശകരമാകുമോ എന്ന് തോന്നിച്ചെങ്കിലും ലോക ചാമ്പ്യന്മാർ വേഗത്തിൽ തന്നെ നിയന്ത്രണം തിരികെ പിടിച്ചു. തുടർന്ന് ആരാധകർ കാത്തിരുന്ന നിമിഷം വന്നെത്തി. ബെഞ്ചിലിരുന്ന ലയണൽ മെസ്സി രണ്ടാം പകുതിയിൽ കളത്തിലിറങ്ങി. കളിയുടെ അവസാന ഘട്ടത്തിൽ 80-ാം മിനിറ്റിൽ മെസ്സി തൻ്റെ പതിവ് ശൈലിയിലുള്ള ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെ 3-ാം ഗോൾ നേടി അർജന്റീനയുടെ ജയം ഉറപ്പിച്ചു. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിയുടെ ഗോൾ നേട്ടം കൂടുതൽ ഉയരുകയും തുടർച്ചയായ 7 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടുന്ന അപൂർവ റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. പ്രതിരോധ നിരയിൽ നിക്കോളാസ് ഒട്ടമെൻറ്റി, മാർക്കോസ് സെനേസി, നിക്കോളാസ് ടാഗ്ലിയാഫിഗോ, ഗോൾ വല കാത്ത എമിലിയാനോ മാർട്ടിനസ് എന്നിവർ ഭൂരിഭാഗം സമയവും ഉറച്ച പഠനം പുറത്തെടുത്തു. ഒരു ഗോൾ വഴങ്ങിയെങ്കിലും അതിനുശേഷം ജോർദാനെ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ അവർ അനുവദിച്ചില്ല. ജോർദാനെ സംബന്ധിച്ചിടത്തോളം തോൽവിയാണെങ്കിലും അഭിമാനത്തോടെ തന്നെ തല ഉയർത്തിപ്പിടിക്കാവുന്ന പ്രകടനമായിരുന്നു ഇത്. ലോക ചാമ്പ്യന്മാർക്കെതിരെ അവർ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. അവർ നേടിയ ഗോൾ, പ്രത്യേകിച്ച് മൂസ അൽ തമാരിയുടെ പോരാട്ട വീര്യം അവരുടെ ലോകകപ്പ് യാത്രയിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന നിമിഷങ്ങളിലൊന്നായി മാറി. ഈ ജയത്തോടുകൂടി അർജന്റീന ഗ്രൂപ്പ് ജെയിൽ 1-ാം സ്ഥാനക്കാരെ നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളിലും മികച്ച പ്രകടനം പുറത്തെടുത്ത അവർ കിരീട പ്രതീക്ഷകൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഇനി റൗണ്ട് ഓഫ് 32-ൽ അർജന്റീനയുടെ എതിരാളി കേപ്പ് വാർഡെയാണ്. ലോക ചാമ്പ്യന്മാരുടെ അടുത്ത പരീക്ഷണം അതിലും കടുത്തതായിരിക്കുമെങ്കിലും നിലവിലെ ഫോം കണക്കിലെടുക്കുമ്പോൾ സ്കലോണിയുടെ സംഘത്തെ തടയുക എന്നത് എതിരാളികൾക്ക് ഒട്ടും എളുപ്പമാകില്ല. അവസാനമായി പറയുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കുക: മെസ്സിയെ ബെഞ്ചിലിരുത്തിയാലും കളത്തിലിറങ്ങാൻ വെറും കുറച്ച് മിനിറ്റുകൾ മാത്രം മതി ചരിത്രം എഴുതാൻ. ഇന്ന് അത് വീണ്ടും കണ്ടതാണ്. 39-ാം വയസ്സിലും റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് ഫ്രീ കിക്കുകളിലെ ലോകത്തെ വിസ്മയിപ്പിച്ച രാജാവ് ലോകകപ്പ് വേദിയിൽ തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഗോൾ നേടിയ ആദ്യ താരമായ മെസ്സി വീണ്ടും ചരിത്രം കുറിച്ചു. കിരീടവേട്ടയിൽ എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കുന്ന പടനായകൻ. ഈ കഥയുടെ അവസാനം എവിടെയാണെന്നറിയാൻ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. കാരണം ഇത് ലയണൽ മെസ്സിയുടെ ലോകമാണ്. ബാക്കി എല്ലാവരും അത് നോക്കി ആസ്വദിക്കുന്നവരുമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.